ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനത്തെ ധ്യാനിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചനധ്യാന നേരത്ത് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബൈബിളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് അതൊന്ന് തുറന്ന് ഈ ഭാഗമൊന്ന് വായിക്കുക. രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണിത്. നമ്മൾ ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ടുള്ള ധ്യാനമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കും എളുപ്പമായിരിക്കും ഇത് ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് ബൈബിളൊക്കെ ഒന്ന് എടുക്കണം, തുറക്കണം, വായിക്കണം. യോഹന്നാൻ 4:46 മുതൽ 54 വരെയുള്ള ഭാഗം. രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നു. ഇയാൾ കഫർനാമിൽ നിന്നും ഈശോയെ തേടി കാനായിലേക്ക് ഓടിക്കിതച്ച് വരികയാണ്. വന്നിട്ട് പറയുന്നു, ഒന്ന് വേഗം വീട്ടിലേക്ക് വരണമേ ഗുരു, എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നു. ഈശോ ആദ്യം പ്രതികരിച്ചത്, അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ പുറകെ നടക്കുന്നത് എന്ന് ഒരല്പം താല്പര്യക്കുറവ് തോന്നുന്ന പോലെ ഈശോയുടെ ഒരു പ്രതികരണമുണ്ട്. അതുകൊണ്ട് ഇയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, വന്ന് സുഖപ്പെടുത്തണമേ. ഈശോ പറയുന്നുണ്ട്, നീ പൊക്കോ, മകൻ സുഖപ്പെട്ടോളും. ഇയാൾ പോകുന്ന വഴിക്ക് വീട്ടിലെ ഭൃത്യനെ കണ്ടുമുട്ടുന്നു. അയാൾ ഈ സന്തോഷത്തിൻ്റെ വാർത്ത അറിയിക്കുന്നു. എന്താണത്? മകൻ സുഖപ്പെട്ടു, അവൻ ജീവനിലേക്ക് തിരികെ വന്നു എന്നുള്ള വാർത്ത അറിയിക്കുന്നു. കുടുംബം വിശ്വസിക്കുന്നു. ഇതാണ് ഈ സംഭവം. ഇനി നമ്മൾ ഇതിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ വളർച്ചയുടെ 5 ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. എനിക്ക് നന്നായിട്ടറിയാം, എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും കാണും 5, 6, 7 ഘട്ടങ്ങൾ എന്നുള്ളത്. അത് എപ്പോഴും പറയാറുള്ളത് പോലെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കാര്യങ്ങളുടെ വ്യക്തത കിട്ടാൻ വേണ്ടി 5 ആയിട്ട് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ തിരിക്കുകയാണ്. വിശ്വാസ വളർച്ചയുടെ 5 പടികൾ, 5 ഘട്ടങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകണം. ഈ കാനായിൽ വെച്ചാണ് ഈ അത്ഭുതം നടക്കുന്നത്. കഫർനാമിൽ നിന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട്, 20 മൈൽ ദൂരമുണ്ട്. ഒരു ദിവസത്തെ യാത്രയുണ്ട് ഇവിടേക്ക്. അങ്ങനെ യാത്ര ചെയ്ത് ഇയാൾ വരികയാണ് ഈശോയെ തേടി. വിശ്വാസ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്വേഷിക്കുന്ന വിശ്വാസമാണ്. 1-ാമത്തെ ഘട്ടം അന്വേഷിക്കുന്ന വിശ്വാസം. ഒരു ദൈവ അന്വേഷണമാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. ദൈവത്തെ തേടി ഇറങ്ങണം, നമ്മൾ അന്വേഷണം ആരംഭിക്കണം. 1-ാമത്തെ ഘട്ടം, 1-ാമത്തെ പടി മനസ്സിലുണ്ടാകണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആശയങ്ങളുമൊക്കെ ആയിട്ടൊക്കെ പിണഞ്ഞു കിടക്കുകയാണ്. എന്തിനാണിത് ആവർത്തിച്ച് പല സുവിശേഷ ഭാഗങ്ങൾ എടുത്തു വെച്ച് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഈ സുവിശേഷ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഈ ക്രൈസിസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പടിയിലേക്ക് വളരാൻ ബോധപൂർവമായ ശ്രമം നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഘട്ടങ്ങൾ തിരിക്കും. അപ്പോൾ 1-ാമത്തെ ഘട്ടം എന്തായിരുന്നു? മറന്നു പോകരുത്, ഉത്തരം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറയാം. 1-ാമത്തെ ഘട്ടം അന്വേഷണത്തിൻ്റെ വിശ്വാസം. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വെച്ചൊരു ചേടത്തിയെ കണ്ടപ്പോൾ ചേടത്തി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അച്ഛോ എന്ന് പറഞ്ഞ കാര്യം ചോദ്യം ചോദിക്കുന്ന അച്ഛനല്ലേ എന്നുള്ളതാണ്. വചനം പറയുന്ന അച്ഛൻ എന്നുള്ള കാര്യം മറന്നിട്ട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന അച്ഛനായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി, ഞാൻ വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. 1-ാമത്തെ ഘട്ടമാണ് അന്വേഷിക്കുന്ന വിശ്വാസം. ദൈവാന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കണം. ജ്ഞാനികൾ ചെയ്തതല്ലേ, രാജാക്കന്മാർ ചെയ്തതല്ലേ? അന്വേഷിച്ചിറങ്ങിത്തിരിക്കുകയാണ്. നക്ഷത്രം കണ്ടു, അന്വേഷിച്ചിറങ്ങിത്തിരിക്കുകയാണ്. ദൈവാന്വേഷണമാണ് ആദ്യത്തെ ഘട്ടം. ഈ അന്വേഷണത്തിന് ഈ രാജസേവകനെ സഹായിച്ച കുറച്ച് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന. 1-ാമത്തെ കാര്യം, അയാൾക്കൊരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലേ. അയാളുടെ മകന് രോഗബാധിതനാണ്, മരണക്കിടക്കയിലാണ്, ജീവൻ തിരികെ കെട്ടാൻ യാതൊരു മാർഗവുമില്ല. നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിൽക്കുകയാണ് അയാൾ തേടി ഇറങ്ങുകയാണ്. എവിടെ കിട്ടും സൗഖ്യം? എവിടെ കിട്ടും സൗഖ്യം? പ്രിയമുള്ളവരെ, നമ്മളുമൊക്കെ ദൈവത്തെ തേടി ഇറങ്ങുന്നത് ഇങ്ങനത്തെ ചില തട്ട് കിട്ടുമ്പോഴാണ്. സംശയമില്ല.
ഇത്രയും കാലം നോറ്റ് വളർത്തിക്കൊണ്ടുവന്ന മക്കള് കൈവിരൽ കടയിലൂടെ ചോർന്നു പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തേടി ഇറങ്ങും ദൈവത്തെ. അതിപ്പോൾ മരണക്കിടക്കയാകണമെന്നില്ല. ഈ കാലത്തിന്റെ കെണികളിൽ എവിടെങ്കിലുമൊക്കെ മക്കൾ പെട്ടുപോകുമ്പോൾ നമ്മളും അന്വേഷിച്ചിറങ്ങും, എന്താണ് പരിഹാരം. അങ്ങനെ അന്വേഷിച്ചിറങ്ങുകയാണ് രാജസേവകൻ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ വന്ന് പറയാറുണ്ട്, അച്ചോ ഈ മുതിർന്ന കുട്ടികളൊന്നും പ്രാർത്ഥിക്കുന്നില്ല, അവരൊന്നും അങ്ങോട്ട് താല്പര്യത്തോടെ കുർബാനയിൽ നിൽക്കുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഇത്രയും ഒരു നിസ്സഹായതയൊന്നും ജീവിതത്തിൽ അനുഭവിക്കാറായിട്ടില്ല കുഞ്ഞുങ്ങൾ. അങ്ങനെ വരുമ്പോൾ പതുക്കെ അന്വേഷിച്ചിറങ്ങിക്കോളും. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, യുവജനങ്ങളോട്, മക്കളെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഈ നിസ്സഹായതയൊന്നും ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല, നമ്മൾ വരും, കുറച്ചൊക്കെ ജീവിതം മുന്നോട്ട് പോട്ടെ. ജീവിതമൊക്കെ മുന്നോട്ട് പോയിട്ടൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഈ കൊച്ച് രാത്രി കിടന്ന് കരയും. എടുത്ത് താരാട്ട് പാടി ഉറക്കാൻ നോക്കും, ഉറങ്ങത്തില്ല സാധനം, പിന്നെയും കിടന്ന് കരയും. പിന്നെ വാരി എടുത്തുകൊണ്ട് ആശുപത്രി പോവുക. ആശുപത്രി പോയി കഴിയുമ്പോൾ എന്താ, ഡോക്ടേഴ്സ് ഉടനെ ICUവിൽ കയറ്റുന്നു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, വി ആർ ഓൾമോസ്റ്റ് ഹെൽപ്ലെസ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഉടനെ അന്വേഷിക്കും, എവിടെയാണ് ആശുപത്രിയുടെ ചാപ്പല്. ഇതിനു മുമ്പ് പള്ളി കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴൊന്നും അനുസരിക്കാത്തവൻ ഇപ്പം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പള്ളി തേടി പോവുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. നിസ്സഹായതയിൽ നമ്മളൊക്കെ ദൈവത്തെ തേടും. ദൈവാന്വേഷണമാണ്, ദൈവാന്വേഷണത്തിൻ്റെ വിശ്വാസപ്പടി, ആദ്യത്തെ പടി അന്വേഷണത്തിൻ്റെ വിശ്വാസം. അതിന് ഇയാളെ സഹായിച്ച കാര്യങ്ങളാണ്. ഒന്ന് നിസ്സഹായാവസ്ഥ, പിന്നൊന്നുള്ളത് ഇയാൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച്. കേട്ടറിവുകളുണ്ട് ഈശോയെക്കുറിച്ച്, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടറിവുകളുണ്ട്. പ്രിയമുള്ളവർ, നമ്മളും ചില നിരാശകളിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വന്ന് പറയുന്നത്, പോയി പ്രാർത്ഥിക്കുക, ഇവിടെ പോയി ഇന്ന് പ്രാർത്ഥിക്കുക, ഒരു കുർബാന ചൊല്ലിക്കുക, അല്പനേരം ഇരുന്ന് കൊന്ത ചെല്ല് എന്നൊക്കെ ചില ഉപദേശങ്ങൾ കേൾക്കും. ഇയാൾ കേട്ടിട്ടുണ്ട് ഈശോ എന്നൊരു മനുഷ്യനുണ്ട്, അയാൾ ഒരുപാട് സൗഖ്യം നൽകുന്നുണ്ട് എന്നൊക്കെയുള്ള കേൾവികൾ ഇയാൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ചെയ്തത് എന്താ, ആ കേൾവികളെ പുച്ഛിച്ചില്ല. നമ്മൾ ചെയ്യുന്നത് ചില അവസ്ഥകളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മൾ പുച്ഛിച്ച് കളയും, ഇതൊക്കെ വെറുതെ മണ്ടത്തരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചെവി അടച്ച് കളയും. അരുത്. നിസ്സഹായതയുടെ പാരമ്യങ്ങളിൽ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സദ്വാർത്തകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ചെവി തുറന്ന് കേൾക്കണം. അടുത്തത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, ഈ ആദ്യത്തെ പടിയിൽ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് എനിക്ക് അത്ഭുതത്തോടെ തോന്നിയൊരു കാര്യം പറയട്ടെ. ഇയാൾ എന്തിനാണ് ഈശോയെ തേടി വന്നത്? മകനെ സുഖപ്പെടുത്തണം, മകന് സൗഖ്യം കിട്ടണം. പക്ഷെ അതിനുവേണ്ടി ഇയാൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നത് ആരെയാ? ആ മകനെ തന്നെയാണ്. അതായത് മകൻ്റെ രോഗക്കിടക്കയിൽ കൂടെ ഇരിക്കുകയാണ്, മരണക്കിടക്കയിൽ കൂടെ ഇരിക്കുകയാണ് അപ്പൻ. ഒരു ദിവസത്തെ യാത്രയുണ്ട് കാനായിലേക്ക്, തിരികെ വരണമെങ്കിൽ ഒരു ദിവസം കൂടെ, 2 ദിവസം ഇനി ഈ മകനെ കാണാൻ പറ്റില്ല. പോയി വരുന്ന വഴിക്ക് ഒരുപക്ഷെ അവൻ മരിച്ചു പോയേക്കും. പക്ഷെ അതൊന്നും അയാളുടെ കൺസേൺസ് ആയിരുന്നില്ല, അതൊന്നും അയാളുടെ പരിഗണനയിൽ വന്നില്ല. അയാൾ ആ മകനെ പോലും വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് തേടി ഇറങ്ങുകയാണ് ഈശോയെ. ചിലപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകണം നമ്മൾ, ഈശോയെ തേടി ഇറങ്ങണം. മക്കളായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം, ഭർത്താവായിരിക്കും പ്രാർത്ഥനയുടെ വിഷയം, മാതാപിതാക്കളായിരിക്കും പ്രാർത്ഥനയുടെ വിഷയം. അവരവിടെ ഇരിക്കട്ടെ, അവരെ ദൈവം കാത്തുകൊള്ളും. നീ ഏത് ദൈവത്തെയാണോ തേടി ഇറങ്ങുന്നത് ആ ദൈവം കാത്തുകൊള്ളും അവരെ. ഇറങ്ങിത്തിരിക്കുക, ദൈവത്തെ തേടി ഇറങ്ങിത്തിരിക്കണം. ഇങ്ങനെ ഇയാൾ ഈ വിശ്വാസത്തിൻ്റെ ആദ്യ പടിയിലൂടെ കടന്നു പോവുകയാണ്. വിശ്വാസ വളർച്ചയുടെ ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു അത്? അന്വേഷിക്കുന്ന വിശ്വാസം, ദൈവത്തെ തേടുന്ന വിശ്വാസം. ഇങ്ങനെ അന്വേഷിക്കുന്ന വിശ്വാസത്തിലൂടെ കടന്ന് അതിൻ്റെ അങ്ങേയറ്റത്ത് ഇയാൾ ചെയ്യുന്നത് യാചനയാണ്. ദൈവസന്നിധിയിലെത്തി, ഈശോയുടെ സന്നിധിയിലെത്തി യാചിക്കുകയാണ്. നീ വീട്ടിലേക്ക് വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്നുള്ള യാചന സമർപ്പിക്കുകയാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ഘട്ടം, അന്വേഷിക്കുന്ന വിശ്വാസം. ഈ ഘട്ടത്തിലൂടെ എങ്കിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകണം, അല്ലേ? ഉണ്ടാകണം. നമ്മളൊക്കെ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. തളർന്നു പോയ നേരങ്ങളുണ്ട്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലെ ഇട്ടെറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്, ദൈവത്തോട് യാചിച്ചിട്ടുണ്ട് കൈനീട്ടി, അത്രയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അടുത്ത ഘട്ടം, ഇത് പണ്ട് പറഞ്ഞിട്ടുള്ള വഴുക്കലുള്ള പടിയാണിത്. അടുത്ത ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയാമോ? നിലനിൽക്കുന്ന വിശ്വാസം. അന്വേഷിക്കുന്ന വിശ്വാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വളരണം. എന്ത്? നിലനിൽക്കുന്ന വിശ്വാസം. ഇയാൾ വന്ന് ഹൃദയം നുറുങ്ങി ഇയാളുടെ അഭ്യർത്ഥന നടത്തുമ്പോൾ, കർത്താവെ വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് അയാൾ യാചിക്കുകയാണ്. ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന്. എങ്ങനെ? വീട്ടിലേക്ക് വന്ന് സുഖപ്പെടുത്തണമെന്ന് യാചിക്കുമ്പോൾ ഈശോ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈശോ ഉത്തരം കൊടുക്കുകയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഒരു താല്പര്യക്കുറവ് പോലെ ഈശോ കാണിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളൊന്നും വിശ്വസിക്കുകയില്ലെന്ന്. ഈശോ എന്താ പറഞ്ഞു കൊടുക്കുന്നറിയാമോ? അടയാളങ്ങളെക്കാട്ടിലും അത്ഭുതങ്ങളെക്കാട്ടിലും വലുതാണ് എന്ത്? വിശ്വാസം. അതാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്.
ഇപ്പം മകൻ സുഖപ്പെടുന്നതോ കാനായിലെ വെള്ളം വീഞ്ഞാകുന്നതോ അതൊന്നുമല്ല പ്രധാനപ്പെട്ടത്, അതിനപ്പുറത്ത് വിശ്വാസമാണ്. ഇതൊക്കെ ചെയ്യുന്നവനിലുള്ള വിശ്വാസമുണ്ടാകണം. കേവലം അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി ഇറങ്ങിത്തിരിക്കരുത്. നമുക്ക് പറ്റുന്നൊരു അപകടം, വിശ്വാസ വളർച്ചയുടെ വഴിയിൽ സംഭവിക്കുന്നൊരു അപകടം, നമ്മൾ തേടുന്നത് എന്താണ്? അത്ഭുതമാണ്, ദൈവത്തെയല്ല. നമ്മൾ തേടി ഇറങ്ങുന്ന അത്ഭുതമാണ്, ആ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയല്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ തേടി ഇറങ്ങുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങളാണ്, അതല്ല വിശ്വാസമെന്ന് കറക്റ്റ് ചെയ്യുകയാണ് അവനെ. ഇവൻ ഈശോ പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ, ഒരുപക്ഷെ ആ ഞൊടിയുടെ നേരത്തിനുള്ളിൽ മനസ്സിലാകണം നിർബന്ധമില്ല, എങ്കിലും അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവൻ ഉറപ്പാണ് വേറെ എങ്ങും ശരണമില്ല. ഇവൻ ഇവിടെ നിന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, കർത്താവേ, അവൻ വീണ്ടും പറയുകയാണ്, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. നീ പറഞ്ഞതൊക്കെ സമ്മതിച്ചു, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. അതായത് ആദ്യം അവൻ്റെ പ്രാർത്ഥന ഈശോ തള്ളിക്കളയുന്നത് പോലെ തോന്നിയെങ്കിലും എന്നിട്ടും അവൻ തളർന്നില്ല. അവൻ വീണ്ടും അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരണമേ. കാരണം അവനറിയാം, എൻ്റെ മകനെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ ഇവൻ മാത്രമാണ്, ഇവിടുന്ന് മാത്രമേ ഉത്തരം കിട്ടൂ. ഇതാണ് നിലനിൽക്കുന്ന വിശ്വാസം. രണ്ടാമത്തെ ഘട്ടമാണത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഉത്തരവില്ല, പ്രാർത്ഥന അവസാനിപ്പിക്കല്ലേ. ഒരു വർഷം പ്രാർത്ഥിച്ചു, ഉത്തരവില്ല, പ്രാർത്ഥന അവസാനിപ്പിക്കരുതേ. 10 വർഷം പ്രാർത്ഥിച്ചു, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, മക്കൾ നന്നാകാൻ വേണ്ടി, ഒരു വീടുണ്ടാകാൻ വേണ്ടി, പട്ടിണി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മടുക്കരുതേ. അവിടെ നിൽക്ക്, വേറെ എങ്ങൊന്നും ഇനി നമുക്ക് ഉത്തരം കിട്ടാനില്ല, ഇവിടെ നിൽക്ക്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് പൂർത്തിയാകാൻ വേണ്ടി അവിടെ നിന്ന്, ഉറച്ചു നിന്ന്, നിലനിന്ന് പ്രാർത്ഥിക്കുക. ഇത് രണ്ടാമത്തെ ഘട്ടമാണ് വിശ്വാസ വളർച്ചയുടെ. അന്വേഷിക്കുന്ന വിശ്വാസം കഴിഞ്ഞിട്ട് അടുത്ത തലത്തിലേക്ക് നമ്മൾ വളരുകയാണ്. എന്താണത്? നിലനിൽക്കുന്ന വിശ്വാസം. നിലനിൽക്കുന്ന വിശ്വാസം. എന്നിട്ട് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് ഇയാൾ വളരുകയാണ്. മൂന്നാമത്തെ ഘട്ടമാണ് അനുസരിക്കുന്ന വിശ്വാസം. അനുസരിക്കുന്ന വിശ്വാസം. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ നോക്കണേ. ബൈബിൾ നോക്കിയിട്ട് ഈ വാക്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് അടിവരയിട്ട് വെച്ചാൽ വീണ്ടും ഒരിക്കൽ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകും. അതുകൊണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. ഈശോ ഈ 2 വട്ടം ഇവൻ യാചിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഇവന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയാമോ? ഈശോ കൊടുത്ത ഉത്തരമാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഈശോ കൊടുത്ത ഉത്തരം, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഈ പൊയ്ക്കൊള്ളുക എന്നത് ഒരു വാക്യമാണ്, ഒറ്റ വാക്കുള്ളൊരു വാക്യമാണ്. രണ്ടാമത്തത് നിന്റെ മകൻ ജീവിക്കും, ഇത് രണ്ടാമത്തെ വാക്യമാണ്. ഈ 2 വാക്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? പൊയ്ക്കൊള്ളുക എന്ന ആദ്യത്തെ വാക്യം അതൊരു കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നീ പൊയ്ക്കൊള്ളുക, കൽപ്പനയാണ്. രണ്ടാമത്തത് നിന്റെ മകൻ ജീവിക്കുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ 2 വാക്കുകൾ മനസ്സിലാകണേ. ഒന്നാമത്തത് ഈശോയുടെ കൽപ്പനയാണ്, രണ്ടാമത്തത് ഈശോയുടെ വാഗ്ദാനമാണ്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എങ്ങനെ ബന്ധം എന്നറിയാമോ? ഒന്നാമത്തെ കൽപ്പന പാലിക്കുമ്പോൾ വാഗ്ദാനം നിറവേറപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടും. പൊയ്ക്കൊള്ളുക എന്ന ഈശോയുടെ കൽപ്പന ഒരു പരാതിയും പരിഭവം പറയാതെ, ഒരു അത്ഭുതം നടന്നില്ല. ഈശോ പറഞ്ഞു പൊയ്ക്കൊള്ളുക. വിശ്വസിച്ചിട്ട് അനുസരിച്ചിട്ട് അവൻ നടന്നു തുടങ്ങിയപ്പോൾ സംഭവിച്ചത്, വാഗ്ദാനം നിറവേറി, നിന്റെ മകൻ സുഖപ്പെടും. ഓർത്തു വെക്കേണ്ട ഒരു വാക്യം, മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വാക്യം, അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും. അനുസരണമാണ് വിശ്വാസം. അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും. എല്ലായിടത്തും ഇങ്ങനെയായിരുന്നു. കാനായിലെ വീട്ടിൽ വെള്ളം കൽഭരണിക്കകത്ത് നിറച്ചു. എന്നിട്ട് ഈശോ പറയുകയാണ്, പകർന്ന് കലവറക്കാരന് കൊടുക്ക്. വെള്ളം അവൻ വീഞ്ഞാക്കിയില്ല. വെള്ളം വീഞ്ഞാക്കിയതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. പച്ചവെള്ളം കൽഭരണിക്കകത്ത് നിറച്ചിട്ട് ഈശോ പറയുകയാണ്, കൊണ്ട് കലവറക്കാരന് കൊടുക്കാൻ. എന്തുറപ്പിലാണ് ഇവൻ കൊണ്ട് കൊടുക്കുന്നത്? അനുസരിച്ചു. അനുസരണത്തിൻ്റെ വഴിയെ അത്ഭുതം നടന്നു. അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും. 5 അപ്പവും 2 മീനും എടുത്ത് അബ്ബായിക്ക് നന്ദി പറഞ്ഞു, വാഴ്ത്തിയിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു വിളമ്പിക്കൊള്ളാൻ. 5 അപ്പം പെരുകിയിട്ടില്ല, അതുവരെയും പെരുകിയിട്ടില്ല. എന്തുറപ്പിച്ചാണ് ശിഷ്യന്മാർ പന്തിയിലിരുത്തിയ ആൾക്കാർക്ക് ഈ അപ്പം വിളമ്പി തുടങ്ങിയത്? അത് അനുസരണമാണ്. അനുസരണത്തിൻ്റെ വഴിയിൽ അവർ അനുഗ്രഹം കണ്ടു. 12 കുട്ടയുടെ മിച്ച സമൃദ്ധി കണ്ടു. പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്ക്. രാത്രി മുഴുവൻ വലയിറക്കിയതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. ഈ നേരത്തിന് എവിടുന്ന് വരും ഇതിനകത്തേക്ക് വരാൻ വേണ്ടി മീൻ? പക്ഷേ പത്രോസ് ഒന്നും ചോദിച്ചില്ല, അനുസരിച്ചു. എന്താ? വല കീറുവോളം 153 മത്സ്യങ്ങൾ കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുസരിച്ചാൽ അനുഗ്രഹം കാണും. ഇത് അനുസരണത്തിൻ്റെ ഘട്ടമാണ്. വിശ്വാസ വളർച്ചയിൽ മൂന്നാമത്തെ ഘട്ടമാണ് അനുസരണത്തിൻ്റെ ഘട്ടം. അനുസരിക്കുക.
ദൈവം ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, ചില കൽപ്പനകൾ തരുന്നുണ്ട്. കൽപ്പനകളെ അനുസരിച്ചാൽ വാഗ്ദാനങ്ങൾ നിറവേറും. ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ കണ്ടു തുടങ്ങും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. അതായത് ഇയാൾ കലഹിക്കാമായിരുന്നു. ഇയാൾ ചോദിച്ചത് എന്താ ദൈവത്തോട്? നീ വന്ന് സുഖപ്പെടുത്തണമെന്നായിരുന്നു. വീട്ടിലേക്ക് വരണമെന്നും വന്ന് സുഖപ്പെടുത്തണമെന്നുമാണ് ഇയാളുടെ പ്രാർത്ഥന, ഇയാളുടെ ആവശ്യം അതായിരുന്നു. ഈശോ വീട്ടിലേക്ക് വന്നോ? ഇല്ല, ഈശോ വീട്ടിലേക്ക് വന്നില്ല. ഈശോ പറഞ്ഞു, നീ പൊക്കോ, സുഖപ്പെട്ടുകൊള്ളും. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എടുക്കേണ്ട ഒരു പാഠം, പഠിക്കേണ്ട ഒരു പാഠം, എടുക്കേണ്ട ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിറവേറ്റി തരണമെന്ന് വാശി പിടിക്കരുത്. ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടെന്നേ. നീ എന്താ വിചാരിച്ചത്? ഈ കാനായിൽ നിന്ന് കഫർനാം വരെ ഒരു ദിവസത്തെ യാത്ര ചെയ്താൽ നിന്റെ മകനെ ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നോ? അല്ല, ഇവിടെ ഇരുന്ന് സുഖപ്പെടുത്താൻ ശക്തിയുള്ളവനാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ദൈവം ഇടപെടണമെന്ന് വാശി പിടിക്കരുത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ വിലയിരുത്താൻ നോക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ദൈവം ഇടപെടും. അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണുമെന്ന് വിശ്വസിക്കുക. 3 ഘട്ടം കഴിഞ്ഞു. റിവിഷൻ്റെ സമയമായി. ഇനി നമുക്ക് ആ 3 ഘട്ടം ഒന്ന് പറഞ്ഞു നോക്കാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു? ഒന്നാമത്തെ ഘട്ടം അന്വേഷിക്കുന്ന വിശ്വാസം. അന്വേഷിക്കുന്ന വിശ്വാസം. ഇങ്ങനെ അന്വേഷിച്ച് യാചനയോളം എത്തി. ഈശോയെ കണ്ടു, യാചിച്ചു. രണ്ടാമത്തതോ? അപ്പോൾ ഈശോയിൽ നിന്ന് അത്ര സുഖമില്ലാത്ത, അത്ര സന്തോഷം തരാത്തൊരു പ്രതികരണം ഉണ്ടായി. അപ്പോൾ എന്താ പറയേണ്ടത്? രണ്ടാമത്തെ ഘട്ടം നിലനിൽക്കുന്ന വിശ്വാസം. എന്നിട്ട് ഈശോ പറഞ്ഞത്, നമ്മൾ റിക്വസ്റ്റ് ചെയ്തതല്ല ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞത് നീ പൊക്കോ, സുഖപ്പെട്ടുകൊള്ളും. അപ്പോൾ മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? അനുസരിക്കുന്ന വിശ്വാസം. അപ്പം അന്വേഷണത്തിൻ്റെ വിശ്വാസം, നിലനിൽപ്പിൻ്റെ വിശ്വാസം, അനുസരണത്തിൻ്റെ വിശ്വാസം. നാലാമത്തത്, ഈ പോകുന്ന വഴിയെ, അനുസരണത്തിൻ്റെ വഴിയെ ഇവൻ നടക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇവൻ വളരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അനുസരണത്തിൻ്റെ വഴിയെ അനുഗ്രഹങ്ങൾ പതിയിരിപ്പുണ്ട്. അനുസരണത്തിൻ്റെ വഴിയെ അനുഗ്രഹങ്ങളുണ്ട്. അതുപോലെ സംഭവിച്ചു. എന്തായിരുന്നു? ഇവൻ പോകുന്ന വഴിക്ക് സേവകൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൻ സുഖപ്പെട്ടു. അനുഗ്രഹം കണ്ടു. അപ്പോഴാണ് നാലാമത്തെ ഘട്ടം. ഇത് പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ശ്രദ്ധിക്കുക. ഈ നാലാമത്തെ ഘട്ടം സ്ഥിരീകരിക്കുന്ന വിശ്വാസം. അതായത് ഭൃത്യൻ വന്നിട്ട് പറയുകയാണ്, മകൻ സുഖപ്പെട്ടു. ഇയാൾക്ക് സന്തോഷമായി, ദൈവം പറഞ്ഞ് നിറവേറിയല്ലോ, സന്തോഷമായി, ദൈവത്തിന് സ്തുതി. എന്നാലും ഇയാൾ ചോദിക്കുകയാണ് ഒരു കാര്യം. എന്താണെന്നറിയാമോ? എപ്പോഴാണ് സുഖപ്പെട്ടത്? അപ്പോൾ ഭൃത്യൻ സമയം പറയുകയാണ്, ഇന്നലെ 7-ാം മണിക്കൂറിലാണ് സുഖപ്പെട്ടത്. അപ്പോൾ ഇയാൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ആ 7-ാം മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈശോ എന്നോട് അത് പറഞ്ഞ നേരമാണ്. ഇയാളുടെ വിശ്വാസം കൂടുകയാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളെ, അതിസ്വാഭാവിക ദൈവിക ഇടപെടലുകളെ സ്വാഭാവിക സംഭവങ്ങൾ കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നുവെന്ന്. ഒന്ന് സ്ഥിരീകരിക്കുകയാണ് വിശ്വാസത്തെ. അതൊരു മാനുഷിക പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. പക്ഷേ അത്തരമൊരു സ്ഥിരീകരണം നമ്മുടെ വിശ്വാസത്തെ കൂട്ടും. ഇപ്പം നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. പലരും ചോദിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, എന്താ പറയണ്ടേ, മാതാവിൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ? പെട്ടെന്ന് എന്താ ഇതെല്ലാം നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കാത്തത്? സഭ എന്താ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിക്കാത്തത്? ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. സ്ഥിരീകരിക്കുന്ന വിശ്വാസം. മനസ്സിലായില്ല? ഇതൊന്ന് ഉറപ്പിക്കുകയാണ്. നമുക്ക് ലഭ്യമായ നമ്മുടെ അറിവുകളും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഇത് കൃത്യമായി ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നുവെന്ന് ഒന്നുകൂടൊന്ന് ഉറപ്പിക്കാനുള്ള സാവകാശം എടുക്കുന്നു. ഇയാൾ ചെയ്യുന്ന അതാണ് സ്ഥിരീകരിക്കുന്ന വിശ്വാസം. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസം കൂടത്തേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കപ്പെടും. അത് മാത്രമല്ല, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? ഈ വിശ്വാസത്തിൻ്റെ വഴിയിൽ അങ്ങനെ ഒരു അപകടം കൂടിയുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ കെണികളുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി നമുക്ക് കഴിയും. കുറച്ച് സ്ഥിരീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശൈലി കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ. ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഈ 4 ഘട്ടങ്ങൾ, ഇനി 5-ാമത്തെ ഘട്ടമേ ഉള്ളൂ. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടോ, എവിടെങ്കിലും നമ്മൾ വീണ് പോയിട്ടുണ്ടോ, ഇത് നോക്കണം. ചിലപ്പോൾ നമ്മൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ വീണ് പോയി കാണും. നിസ്സഹായതയൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞത് വിശ്വസിക്കാതെ വീണുപോയ നേരങ്ങളുണ്ടാകും. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വീണുപോയവരാണെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക.
നമുക്ക് പുതിയതായി തുടങ്ങാം. അന്വേഷണത്തിൻ്റെ ഘട്ടം. രണ്ടാമത്തത് നിലനിൽക്കുന്ന ഘട്ടം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ വഴുക്കലുള്ള പടിയാണ്. ഇത് രണ്ടാമത്തെ പടി. തെന്നി വീഴും. കാരണം ഒന്നും ഉത്തരം കിട്ടിയില്ലെന്ന് വിചാരിച്ച് നമ്മൾ നിരാശരായി പോകും. അരുത്, നിൽക്ക്. മൂന്നാമത്തത് അനുസരണത്തിൻ്റെ ഘട്ടം. അനുസരണത്തിൻ്റെ വിശ്വാസം. അനുസരിച്ചാൽ നീ, ബാക്കി പറഞ്ഞ്, അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും. അനുസരിച്ചാൽ നീ അനുഗ്രഹം കാണും. നാലാമത്തത് സ്ഥിരീകരിക്കുന്ന വിശ്വാസം. ദൈവിക ഇടപെടലുകളെ ഒന്നുകൂടെ സ്ഥിരീകരിക്കുക. അഞ്ചാമത്തത് ഇയാൾ ചെയ്തെന്നറിയാമോ? ഇയാൾക്ക് സൗഖ്യമൊക്കെ കിട്ടിയിട്ട് ഇയാൾ വീട്ടിൽ ചെന്നിട്ട് അവസാനം ഇയാൾ ചെയ്യുന്നൊരു കാര്യം, സുവിശേഷം എഴുതിയിട്ടിരിക്കുകയാണ്, അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഈശോയെ കണ്ടതാരാ? ഈ രാജസേവകൻ. ഈ അപ്പൻ മാത്രമേ ഈശോയെ കണ്ടിട്ടുള്ളൂ. ഈശോയോട് സംസാരിച്ചതാരാ? ഇയാൾ മാത്രം. ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് മനസ്സിലാക്കിയതാരാ? ഇയാൾ മാത്രം. പിന്നെ എങ്ങനെ ഒരു കുടുംബം മുഴുവൻ വിശ്വസിച്ചത്? അതാണ് വിശ്വാസത്തിൻ്റെ അഞ്ചാമത്തെ ഘട്ടം. പ്രഘോഷിക്കുന്ന വിശ്വാസം. പ്രഘോഷിക്കുന്ന വിശ്വാസം. ഫെയ്ത്ത് ഈസ് ടു ബി പ്രൊക്ലെയിംഡ്. വിശ്വാസം പ്രഘോഷിക്കാനുള്ളതാണ്. വിശ്വാസം പ്രഘോഷിക്കാനുള്ളതാണ്. അതായത് ഇയാൾ തിരികെ വീട്ടിൽ ചെന്നപ്പോൾ മകൻ ആരോഗ്യവാനായി ഉണർന്നിരിപ്പുണ്ട്. മകൻ പറഞ്ഞു കാണണം, എനിക്ക് സൗഖ്യം കിട്ടിയല്ലോ, ഞാൻ സുഖപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇയാൾ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അങ്ങനെയല്ല, നീയാലെയോ മറ്റൊരു വൈദ്യനാലോ സുഖപ്പെട്ടതല്ല, നിന്നെ സുഖപ്പെടുത്തിയത് കർത്താവാണ്, ഈശോയാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിലെ ഓരോ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളെയും ദൈവിക ഇടപെടലായി കുടുംബത്തിന് പറഞ്ഞു കൊടുത്തൊരു കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് രാജസേവകൻ ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കണം ഇത്. അതായത് ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ മാത്രമായിരിക്കും പ്രാർത്ഥനയുടെ വഴിയിലുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്ന നീ മാത്രമായിരിക്കും ഈശോയെ കണ്ടിട്ടുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ മാത്രമായിരിക്കും ഈശോയിൽ തീവ്രമായി വിശ്വസിക്കുന്നത്. മതി. പക്ഷേ നീ കാരണം നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കള്, നിൻ്റെ കൂടപ്പിറപ്പുകൾ വിശ്വാസത്തിൻ്റെ വഴിയെ വരണം. അതാണ് വിശ്വാസത്തിൻ്റെ അഞ്ചാമത്തെ ഘട്ടം. പ്രഘോഷിക്കുന്ന വിശ്വാസം. അത് വരാത്തിടത്തോളം കാലം, അത് സംഭവിക്കാത്തിടത്തോളം കാലം വിശ്വാസം പൂർണ്ണമാകുന്നില്ല. ഈ പ്രഘോഷണത്തിൻ്റെ ഘട്ടമുണ്ടായത് കൊണ്ടല്ലേ 2000 വർഷങ്ങൾ കൊണ്ട് സഭ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചത്. ഒരുപാട് പേര് ദൈവിക ഇടപെടലിൻ്റെ വിശ്വാസ അനുഭവങ്ങളെ പ്രഘോഷിച്ചതിൻ്റെ ഫലമാണ്. പ്രഘോഷണം നടക്കണം. അത് കുഞ്ഞുങ്ങൾ പ്രോഗ്രസ് കാർഡ് നിറയെ മാർക്കുമായിട്ട് വീട്ടിലേക്ക് സന്തോഷിച്ച് വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം, മോനെ നിൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, മറിച്ച് എന്താ, ദൈവാനുഗ്രഹം കൊണ്ടാണ്. നല്ലൊരു ജോലി മക്കൾ കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, അത് നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല, ദൈവാനുഗ്രഹം കൊണ്ടാണ്. പ്രഘോഷണമാണത്. അപ്പന് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകും, പറഞ്ഞു കൊടുക്കണം, ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, ദൈവാനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ വിശ്വാസത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടാം, വളരാം നമുക്ക്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ലളിതമായ ഭാഗം എടുത്ത് വിശ്വാസത്തിൻ്റെ വളർച്ചയെ നമ്മളിങ്ങനെ ധ്യാനിച്ച് വരികയായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീണ്ടും ധ്യാനിക്കുക, വീണ്ടും ഇതിനെക്കുറിച്ച് ധ്യാനിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. 5 പടികളാണ് നമ്മൾ പറഞ്ഞത്, 5 ഘട്ടങ്ങളാണ് പറഞ്ഞത് വിശ്വാസ വളർച്ചയിൽ. അത് മനസ്സിൽ പതിയട്ടെ. ഒന്നാമത്തത് അന്വേഷിക്കുന്ന വിശ്വാസം, 2 നിലനിൽക്കുന്ന വിശ്വാസം, 3 അനുസരിക്കുന്ന വിശ്വാസം, 4 സ്ഥിരീകരിക്കുന്ന വിശ്വാസം, 5 പ്രഘോഷിക്കുന്ന വിശ്വാസം. ഈശോ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടട്ടെ. ദൈവ തിരുനാമത്തിന് എന്നെന്നും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.